back to my class. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് AC മോട്ടോർ, ഒന്ന് DC മോട്ടോർ, പിന്നെ ഒന്ന് സ്റ്റാർട്ടേഴ്സ്, ഒന്ന് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ജനറേറ്ററിന്റെ AC ജനറേറ്റർ, DC ജനറേറ്റർ, പിന്നെ ലെഡ് ആസിഡ് സെല്ല്, പിന്നെ അങ്ങനത്തെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അതിന്റെ ഓപ്പറേഷൻസ്, പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ അഥവാ AC മോട്ടോർ ആണ് നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത AC ജനറേറ്റർ അഥവാ ആൾട്ടർനേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും ഒരുപാട് കമ്പാരിസൺ, അതായത് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ AC ജനറേറ്റർ, DC ജനറേറ്റർ പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ AC മോട്ടോറും DC മോട്ടോറും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസും എളുപ്പത്തിൽ പഠിക്കാനും നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് ഇന്ന് അഥവാ AC മോട്ടോർ അഥവാ ഇൻഡക്ഷൻ മോട്ടോർ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു AC മോട്ടോർ എന്താണ് ഡിവൈസ്? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഇതാണ് ഒരു മോട്ടോർ അഥവാ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഒരു ഫിഗർ ആണ് ഇത്. ഒരുപാടല്ല മിക്കവരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മോട്ടോർ എല്ലാവരുടെ വീട്ടിലായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ഡിവൈസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ജനറേറ്ററിനെ പോലെ തന്നെ സ്റ്റേറ്റേഴ്സ് ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, ബ്രഷസ്, പിന്നെ വൈൻഡിങ്സ് എല്ലാം ഉള്ളവർ അടങ്ങിയുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഔട്ട്ലൈൻ വ്യൂ ആണ്. ഇനി ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മോട്ടോർ ഇതിന്റെ ഉൾഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റർ കാണാം, അതേപോലെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള റോട്ടർ കാണാം, ഫാന്, കൂളിംഗ് എയർ ഫ്ലോ, ഡ്രൈവ് എൻഡ്, നോൺ ഡ്രൈവ് എൻഡ്, ഇതാണ് ഒരു ഉൾഭാഗം. ഒരു മോട്ടോറിന്റെ ഒരു ഇന്റീരിയർ പോർഷൻ ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. പറയുകയാണെങ്കിൽ ഒരു മോട്ടോറിനകത്തുള്ളത് ഫ്രെയിംസ് ഉണ്ട്, സ്റ്റേറ്റർ വൈൻഡിങ്സ്, റോട്ടോ വൈൻഡിങ്സ്, കൂളിംഗ് ഫാൻ, ബെയറിങ്സ്. ഇതാണ് മെയിൻ പോർഷൻ. അതായത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഒരു ഫ്രെയിം, സ്റ്റേറ്റർ ഒക്കെ നമുക്കിനി നോക്കാം. എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. സ്റ്റേറ്ററിനും റോട്ടറിനും ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഫ്രെയിം ആണ്. അത് കാസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനറി പാർട്ടാണ്. അതിൽ സ്റ്റേറ്റർ വൈൻഡിങ്സ് ഉണ്ടാകും. അത് ഫ്രെയിമിന്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? സ്റ്റേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൂവിങ് അല്ലാത്തത്. മൂവിങ് ആയിട്ടുള്ളത് നമ്മൾ മൂവിങ് പാർട്ട് എന്ന് പറയും. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, ഒരു പ്ലേസിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റേഷനറി പാർട്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്ററിന്റെ ഒരു ഇന്റീരിയർ വ്യൂ. ഇതാണ് ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് എ സ്റ്റേറ്റർ. അതിൽ ഒരുപാട് സ്റ്റാമ്പിങ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്റ്റാമ്പിങ്സിൽ ഒരുപാട് സ്ലോട്ടുകൾ ഉണ്ട്. അതെന്തിനാണ്? വൈൻഡിങ്സിനെ റിസീവ് ചെയ്യാനാണ് ഈ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 3 ഫേസ് വൈൻഡിങ് ആണ് ഇത് ക്യാരി ചെയ്യുന്നത്. 3 ഫേസ് സപ്ലൈയിൽ നിന്നാണ് ഈ സ്റ്റേറ്റർ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇറ്റ് പ്രൊഡ്യൂസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ സ്റ്റേറ്റർ ആണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ഈ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗർ കണ്ട റോട്ടോർ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ റോട്ടോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ. ഇറ്റ് ഈസ് ഹൗസ്ഡ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഷാഫ്റ്റിലാണ് റോട്ടോർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 എൻഡുകൾ ഉണ്ട്. ഒന്ന് ഡ്രൈവിംഗ് എൻഡ്, ഒന്ന് നോൺ ഡ്രൈവിംഗ് എൻഡ് ആണ്. രണ്ട് എൻഡ്. മെക്കാനിക്കൽ ലോഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡ്രൈവിംഗ് എൻഡിലാണ്. കൂളിംഗ് ഫാന് കണക്ട് ചെയ്യുന്നത് നമ്മൾ നോൺ ഡ്രൈവിംഗ് എൻഡിലാണ്. Both the ends are connected with the bearings for free rotation means of reduced friction losses. 2 എൻഡുകളിലും ബെയറിങ്സ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ലോസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റൊട്ടേറ്റിംഗ് പോർഷൻ ആണ് നമ്മൾ ഈ റോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കണ്ടപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റോട്ടറിന്റെയും ഒരു സ്റ്റേറ്ററിന്റെയും ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ഫിഗർ ആണിത്. ഫസ്റ്റ് ഫിഗർ അതൊരു ഔട്ട്ലൈൻ ഫിഗർ ആണ്, സ്റ്റേറ്റർ. അപ്പോൾ സ്റ്റാമ്പിങ്സ് കാണുന്നതാണ് സ്റ്റേറ്റർ, ഇങ്ങനെ റൊട്ടേറ്റിംഗ് ഉള്ളതാണ്. ഇനി സെക്കൻഡ് ഫിഗർ അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, ഉൾഭാഗം എങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സെക്കൻഡ് ഫിഗർ. ഇതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഇതിൽ വെച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
റോട്ടറും സ്റ്റേറ്ററും ഓരോ പോർഷൻസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ നോട്ടിലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻഡക്ഷൻ മോട്ടോർ എന്തെല്ലാം പാർട്സുകൾ അസംബിൾ ചെയ്തിട്ടാണ് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കാണിക്കുന്ന ഒരു ഫിഗർ ആണിത്. നമ്മൾ കാണുമ്പോൾ അത് ഒരു മെഷീൻ, ഒരു ഡിവൈസ് ആയിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ഒരുപാട് പാർട്സുകൾ അടങ്ങിയിട്ട് അതെല്ലാം കൂടി അസംബിൾ ചെയ്താണ് ഒരു ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ അസംബ്ലി ഫിഗർ ആണ് ഇത്. ഒരുപാട് ഡിവൈസസ്, ഒരുപാട് പാർട്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ പാർട്സുകളെല്ലാം അസംബിൾ ചെയ്തിട്ടാണ് നമ്മളൊരു മോട്ടോർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. പിന്നെ അതിനൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഈ ഫിഗറിൽ. ഒരു സ്റ്റേറ്റർ ഷാഫ്റ്റ് ഏതാണ്, സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ഏതാണ്, റോട്ടർ കണ്ടക്ടേഴ്സ് ഏതാണ്, എൻഡ് റിങ്, റോട്ടർ കോർ. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ആണ് ഈ ഫിഗറിൽ. ഈ ഫിഗർ നിങ്ങൾ എന്തായാലും നോട്ടിൽ വരയ്ക്കണം. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പാർട്സുകൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സ്റ്റേറ്റർ വൈൻഡിങ്സിൽ റോട്ടർ വൈൻഡിങ്സ്, അങ്ങനെ 2 തരം വൈൻഡിങ്സ് ഉണ്ട്. സ്റ്റേറ്റർ വൈൻഡിങ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാർ കണക്റ്റഡ് സ്റ്റേറ്റർ വൈൻഡിങ്സ്, ഒന്ന് ഡെൽറ്റ കണക്റ്റഡ് സ്റ്റേറ്റർ വൈൻഡിങ്സ്. ഇനി റോട്ടർ വൈൻഡിങ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ റോട്ടർ കൺസ്ട്രക്ഷൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 categories. ഒന്ന് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ഒന്ന് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. റോട്ടോർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് 2 മോട്ടോർ ഉണ്ട്. ഒന്ന് സ്ക്വിറൽ ഗേജ് ആണ്, ഒന്ന് സ്ലിപ്പ് റിംഗ് ആണ്. ഓക്കെ. സ്റ്റേറ്ററിന്റെ കേസിൽ, സ്റ്റേറ്റർ വൈൻഡിങ്സിൽ മെയിൻ ആയിട്ട് 2 തന്നെ ഉള്ളൂ, സ്റ്റാർ കണക്ട്, ഡെൽറ്റ കണക്ട്. റോട്ടോറിന്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറും. സ്ക്വിറൽ കേജ്, നിങ്ങൾ സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അണ്ണാൻ അല്ലെ, അതിന്റെ കേജിന്റെ ഷേപ്പിലുള്ള ഒരു റോട്ടോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ. ദ റോട്ടർ വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് എ സിമ്പിൾ copper or aluminum bars placed in the slot and short circuited by end rings on both sides of the rotor. ഇതിൽ റോട്ടർ വൈൻഡിങ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ ഓർ അലുമിനിയം ബാർ ഉപയോഗിച്ചിട്ടാണ്. അത് ഓരോ സ്ലോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2 എൻഡിലും അത് ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. മോസ്റ്റ് ഓഫ് ദ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഹാവ് സ്ക്വിറൽ ഗേജ് റോട്ടർ. മിക്ക സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിലും ഏത് റോട്ടറാണ് ഉപയോഗിക്കുന്നത്, സ്ക്വിറൽ ഗേജ് റോട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് സ്ക്വിറൽ ഗേജ് റോട്ടർ. അതിന്റെ റോട്ടർ എന്ന് പറയുന്നത് ഒരു സ്ക്വിറൽ ഗേജിന്റെ ഷേപ്പിലായിരിക്കും. അപ്പോൾ മിക്ക സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, സ്ക്വിറൽ ഗേജ് റോട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഇൻസുലേറ്റഡ്, ഇതാണ് സ്ലിപ്പ് റിംഗ് റോട്ടർ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ 2 ഫിഗറും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് മാറ്റം. ഓക്കെ. An insulated 3-phase winding like the stator winding wound for the same number of poles as the stator and is placed in the rotor slot. അപ്പോൾ ഒരു സ്ലിപ്പ് റിംഗ് റോട്ടർ എന്ന് പറയുന്നത് ഒരു 3-ഫേസ് വൈൻഡിങ് ആണ് അതിലുള്ളത്. സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ പോലെ തന്നെ 3-ഫേസ് വൈൻഡിങ് ആണ് അതിലുള്ളത്. സ്റ്റേറ്ററിനെ പോലെ തന്നെ അതേ നമ്പർ ഓഫ് പോൾസുകളും അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, ഈ സ്ലിപ്പ് റിംഗ് റോട്ടർ എന്ന് പറയുന്നത്. The ends of the rotor windings are brought to 3 slip rings on the shaft so that a connection can be made it for starting or speed control. അതായത് ഈ സ്റ്റാർ കണക്റ്റഡ് റോട്ടർ വൈൻഡിങ്സിന്റെ എൻഡുകളെല്ലാം ഈ സ്ലിപ്പ് റിങ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ഷൻ സ്റ്റാർട്ടിങ്ങിനൊക്കെ നമുക്ക് എന്താ എളുപ്പമായിരിക്കും ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. ഇറ്റ് ഈസ് യൂഷ്വലി ഫോർ ലാർജ് 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. 3-ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിലൊക്കെ ഏതാണ് യൂസ് ചെയ്യാറ്, ഈ സ്ലിപ്പ് റിംഗ് റോട്ടർ ആണ് യൂസ് ചെയ്യാറ്. Rotor has a winding as same as the stator and the end of each phase is connected to a slip ring. ഈ റോട്ടറിനകത്തും വൈൻഡിങ്സ് ഉണ്ട്, സ്റ്റേറ്ററിനെ പോലെ തന്നെ അതിന് എൻഡുകളെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളതുണ്ട്, സ്ലിപ്പ് റിംഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. Compared to the squirrel gauge rotor, the wound rotors are more expensive and require maintenance of slip rings and brushes. So it is not common in industry. Squirrel gauge-നെ അപേക്ഷിച്ച് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരുപാട് മെയിൻ്റനൻസ് ഒക്കെ വേണം ഇതിന്, സ്ലിപ്പ് റിങ്ങിനും ബ്രഷസിനൊക്കെ ആയാലും. അതുകൊണ്ട് തന്നെ ഇത് കോമൺ ആയിട്ട് ഇൻഡസ്ട്രികളിലൊന്നും ഈ സ്ലിപ്പ് റിംഗ് റോട്ടോർ യൂസ് ചെയ്യുന്നില്ല. അധികത്തിലും എന്ത് തന്നെയാണ് യൂസ് ചെയ്യാറ്, സ്ക്വിറൽ ഗേജ് റോട്ടോർ ആണ് ഉപയോഗിക്കാറ്.
അതിന്റെ ഒരു ഫിഗർ ആണിത്. സ്റ്റേറ്റർ, വൂണ്ട് റൂട്ടർ, സ്ലിപ്പിംഗ് എല്ലാം അടങ്ങിയിട്ടുള്ള അതിന്റെ ഒരു ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാം ആണ് എന്ത് ഈ ഫിഗർ. ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സ്ക്വിറൽ ഗേജ് റോട്ടോർ, വൂണ്ട് റോട്ടോർ, ഇതിന്റെ ഒരു കമ്പാരിസൺ ഒരു ഫിഗർ കാണിച്ചതാണ് ഇത്. രണ്ടിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സ്ക്വിറൽ ഗേജ് കണ്ട ആ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷേപ്പ് കൊണ്ടാണ് അതിന്റെ പേര്, അതിന്റെ കോപ്പർ ബാറും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷേപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് സ്ക്വിറൽ ഗേജ് എന്ന് പേര് വന്നത്. മറ്റതിൽ ഒക്കെ ലാമിനേറ്റഡ് ആണ്. പിന്നെ അതിൽ സ്ലിപ്പ് റിങ്സ് എന്താണ് കണക്റ്റഡ് ആണ് വൂണ്ട് റോട്ടർ അഥവാ സ്ലിപ്പ് റിംഗ് വൂണ്ട് റോട്ടറിൽ. സെക്കൻഡ് ഫിഗറും അതന്നെയാണ്, അതിന്റെ ഒരു ഔട്ട്ലൈൻ ഡയഗ്രാം ആണത്. ഞങ്ങൾക്കൊന്നും ഐഡിയ വരാൻ വേണ്ടിയിട്ട് ഫിഗേഴ്സ് കാണിച്ചതേ ഉള്ളൂ. Squirrel gauge induction motor. Most of the applications of industrial as well as domestic are this type of induction motor. അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ ഈ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് ഉപയോഗിക്കാറ്. അതിന്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്, ഭയങ്കര ചീപ്പാണ്, സ്ലിപ്പറിങ്ങിനേക്കാളും ഭയങ്കര ചീപ്പാണ്. അതിന്റെ മെയിൻ്റനൻസ് എളുപ്പമാണ്, പിന്നെ കോസ്റ്റ് വളരെ കുറവാണ്, പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് സ്ലോ കമ്പയർ ടു ദ സ്ലിപ്പറിംഗ്. ഓക്കെ. പിന്നെ അതിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് കംപ്രസേഴ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, അഗ്രികൾച്ചേഴ്സ് എല്ലാം നമ്മൾ ഏതന്നെയാണ് യൂസ് ചെയ്യാറ്, സ്ക്വിറൽ ഗേജ്. അപ്പോൾ സ്ലിപ്പറിങ്ങിനേക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് അതിന്റെ മെയിൻ്റനൻസും അതിന്റെ കൺസ്ട്രക്ഷനും ഒക്കെ സിമ്പിൾ ആയതുകൊണ്ട് അത് എളുപ്പമാണ്. എന്ന് പറയുന്നത് ഹൈ ആണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിന്റെ എക്സ്പ്ലോസീവ് ഏരിയകളിലൊന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ലിപ്പറിങ്ങിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ക്രെയിന്, ലിഫ്റ്റുകളിൽ ഹൈ ടോർക്ക് ആവശ്യമുള്ള എല്ലാത്തിലും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കാറ്, സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ വളരെ റെയർ ആണ് സ്ക്വിറൽ ഗേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ലിപ്പറിംഗ് ഉപയോഗിക്കുന്നത്. ഫീൽഡ് റൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു റൊട്ടേറ്റിംഗ് ഫിഗർ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ റൊട്ടേഷൻ നടക്കുന്നത് ഒരു റോട്ടോറിന്റെ അകത്ത്. ഇനി ഇതിലെ ഓരോ ലൈൻസ് കറന്റ് പ്രകാരം ഉണ്ടാകുന്ന ഫ്ലക്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ വേവ് ഫോമും അതിന്റെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻസും എത്ര ഡിഗ്രി, ഇങ്ങനെയാണ് അതിന്റെ ഇന്റീരിയർ ആയിട്ട് നടക്കുന്ന വർക്കിംഗ് കാണിക്കാനാണ് ഈ ഫിഗർ വരച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. മോട്ടോർ, അതിന്റെ കണക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓരോ ഫേസ്, 3 ഫേസുകളുണ്ട്, 3 ഫേസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു, ഫേസ് ബി, ഫേസ് സി. പിന്നെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തത് എങ്ങനെയാണ്, പിന്നെ അതിന്റെ ഓരോ മാഗ്നറ്റിക് ഫീൽഡിന്റെ റൊട്ടേഷൻ ആണ് ആരോ മാർക്ക് ഡയറക്ഷൻസ് കാണിക്കുന്നത്. പിന്നെ ടൈം വേഴ്സസ് EMFന്റെ വേവ് ഫോം ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. 3 ഫേസ് ആണല്ലോ അതിന്റെ ഇൻപുട്ട് ABC. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ടൈം EMF അല്ലെങ്കിൽ ടൈം കറന്റിന്റെ ഒരു വേവ് ഫോം, 3 ഫേസിന്റെ ഒരു വേവ് ഫോം ആണ് നിങ്ങളുടെ കാണുന്നത്. Wound 3-phase windings displaced in space by 120 degree are supplied by a 3-phase supply. A uniform rotating magnetic field is produced. അതായത് നമ്മൾ 3 വൈൻഡിങ്സ് നമ്മൾ പറഞ്ഞു, 3-phase വൈൻഡിങ്സ് അല്ലേ, അതെല്ലാം ഒരു 120 ഡിഗ്രി അല്ലെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3-phase സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 times the maximum value of the flux due to any phase. അല്ലേ, നമുക്ക് മൊത്തത്തിലുള്ള 3-phase വൈൻഡിങ് കാരണം കിട്ടുന്ന റിസൾട്ടന്റ് ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 times the maximum value of the flux due to any single phase. 3 ഫേസ് ഉണ്ട്, അപ്പൊ ഏതെങ്കിലും ഒരു 3 ഫേസിനെ മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും ഒരു ഫേസ് കാരണം ഉണ്ടാകുന്നതിനേക്കാളും 1.5 ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും എന്ത്, നമ്മുടെ റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. The resultant flux rotates around the stator at a speed called synchronous speed. ഈ റിസൾട്ടന്റ് ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്.
നമ്മുടെ സിങ്ക്രണസ് സ്പീഡ് ഡിനോട്ട് ചെയ്യുന്നത് ns ആണ്. ns is equal to 120 f/n. Operation. A rotating magnetic field is set up in the stator which rotates in synchronous speed when a three-phase supply is given. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൽ ഉണ്ടാകും. അത് എപ്പോഴാണ് അത് ഉണ്ടാവുന്നത്? നമ്മളൊരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോഴാണ്. The flux passes through the air gap and cutting the rotor conductor which is stationary. ഈ എയർ ഗ്യാപ്പിലൂടെ ഫ്ലക്സ് പാസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാകും? അത് റോട്ടറിന്റെ റോട്ടോർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യും. ഈ റോട്ടോർ കണ്ടക്ടേഴ്സ് സ്റ്റേഷനറി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്ലക്സ് പാസ് ചെയ്യുമ്പോഴാണ് ഈ റോട്ടോർ കണ്ടക്ടേഴ്സിനെ അവിടെ കട്ട് ചെയ്യുക. ആൻഡ് ദ സ്റ്റേഷനറി റോട്ടോർ കട്ട് ദ റിവോൾവിംഗ് ഫീൽഡ് ആൻഡ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് EMF is induced. ഈ സ്റ്റേഷനറി റോട്ടോർ നമ്മളെ ഫീൽഡ് കട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. As the rotor conductor is short circuited, current flows through them. റോട്ടോറിന്റെ കണ്ടക്ടർ ഷോർട്ട് സർക്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. As the cost of producing, it is the relative speed between the rotating flux of the stator and the stationary rotor conductors. And the rotor starts running in the same direction as that of the flux and tries to catch up with the rotating flux. ഈ റോട്ടോർ എന്താവും? സെയിം ഡയറക്ഷനിൽ റൺ ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റിംഗ് ഫ്ലക്സുമായിട്ട് അത് ക്യാച്ചപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ റോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? റോട്ടറിന്റെ റൊട്ടേഷൻ നടക്കുന്നത്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഒരു സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് ദ ആക്ച്വൽ മോട്ടോർ സ്പീഡ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സ്ലിപ്പ്. സിങ്ക്രണസ് സ്പീഡിന്റെയും ആക്ച്വൽ മോട്ടോർ സ്പീഡിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് എക്സ്പ്രഷൻ ആണ് ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ഇൻറ്റു 100%. ഈ ns എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡും n എന്ന് പറയുന്നത് ആക്ച്വൽ മോട്ടോർ സ്പീഡുമാണ്. The actual speed can be expressed in terms of s as ns equal to ns into 1 minus s. ഈ സ്മോൾ ലെറ്റർ s എന്ന് പറയുന്നത് നമ്മളെ സ്ലിപ്പ് ആണ്. The value of the slip will vary between 0 and 1 for motoring operation. എപ്പോഴും സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? 0 and 1ന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോർ എന്താന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ ത്രീ ഫേസ് ആണ്. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കാം. Of operation, a single phase AC supply is connected to the stator windings and this forces an alternating current through the stator winding. This current produces an alternating flux in the air gap between stator and rotor. ഈ സിംഗിൾ ഫേസ് സപ്ലൈ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്സിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കാരണം ഒരു എയർ ഗ്യാപ്പിലൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് കാരണം ഈ റോട്ടർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? Alternating flux passes over the rotor conductors and induces an EMF. ഈ ഫ്ലക്സ് കാരണമാണ് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. Due to this induced voltage, a current starts flowing through the rotor conductors. ഈ induced EMF അഥവാ വോൾട്ടേജ് കാരണം കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ കറണ്ട് will then produce its own flux as called as rotor flux. ഈ കറണ്ട് കാരണം വീണ്ടും അവിടെ ഒരു സ്വന്തമായിട്ടൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോട്ടോർ ഫ്ലക്സ് എന്ന് പറയുന്നത്. The main flux produced by the stator windings interacts with the rotor flux to produce the torque. ഈ പ്രൊഡ്യൂസ് ചെയ്ത മെയിൻ ഫ്ലക്സ് റോട്ടോർ ഫ്ലക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. The rotor flux gets produced due to the principle of induction. Hence it is called as induction motor. ഈ റോട്ടോർ ഫ്ലക്സ് ഉണ്ടാവാൻ കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ കാരണമാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഇൻഡക്ഷൻ മോട്ടോർ എന്ന പേര് വന്നത്. But the single phase induction motor are not self starting like DC motors. Single phase DC induction motors ഒന്നും സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, അഥവാ സ്വയമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ലൈക്ക് DC മോട്ടോഴ്സിനെ പോലെ. അപ്പൊ എന്താണ്? നമ്മൾ ഒരു AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കാരണം അവിടെ എയർ ഗ്യാപ്സിലൊക്കെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഫ്ലക്സ് ഉണ്ടാകും. ഈ ഫ്ലക്സ് എന്ത് കാരണമാണ്? ഫ്ലക്സ് ഈ റോട്ടോർ കണ്ടക്ടേഴ്സിനെ പാസ് ചെയ്തിട്ടാണ് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ EMF കാരണം അവിടെ കറണ്ട് ഉണ്ടാകും. കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും കണ്ടക്ടേഴ്സിലൂടെ. ഈ കറണ്ട് അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ റോട്ടോർ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ റോട്ടോർ ഫ്ലക്സ് കാരണമാണ്
റോട്ടോർ ഫ്ലക്സും മെയിൻ ഫ്ലക്സും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ റോട്ടോർ ഫ്ലക്സ് ഉണ്ടാവണതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ് നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പേര് വന്നത്. Types of single phase induction motor: capacitor start induction run motor, capacitor start capacitor run induction motor, shaded pole induction motor, universal induction motor. ഇതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ 4 ക്ലാസിഫിക്കേഷൻസ്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടോറിന്റെ ഫിഗർ ആണ് നിങ്ങൾ കാണുന്നത്. അതിന് ഓക്സിലറി വൈൻഡിങ്സും മെയിൻ വൈൻഡിങ്സും ആണ് ഇതിന്റെ മെയിൻ പോർഷൻ. ഇതിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ് ഒന്നും എന്തിലില്ല, ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റണ്ണിലില്ല. അതുകൊണ്ട് ഈ കപ്പാസിറ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, സർക്യൂട്ടിന്റെ പുറത്തേക്കൊന്നും പോവില്ല, പുറത്തൊന്നുമല്ല കണക്ട് ചെയ്യുന്നത്. പിന്നെ 2 സെറ്റ് ഓഫ് കോയിൽസ് ഉണ്ട്, മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും. The auxiliary winding is connected across the supply through a capacitor. Okay, auxiliary windings നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. അത് സപ്ലൈന് across ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു കപ്പാസിറ്ററിലൂടെ. The direction reversal for capacitor type motors can be achieved by interchanging the connection of main and auxiliary windings. അതായത് നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഓക്സിലറി വൈൻഡിങ്ങിന്റെയും മെയിൻ വൈൻഡിങ്സിന്റെയും കണക്ഷൻസ് ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും 300 to 400% ഓഫ് ദ ഫുൾ ലോഡ് ടോർക്ക് ആയിരിക്കും. High starting torque. The capacitor start capacitor run motors are used in following applications: grinders, compressors, conveyors, fans, air conditioners, refrigerators. അതായത് ഇതിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇത്രയും അപ്ലിക്കേഷൻസ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്, ഈ മോട്ടോർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി നമ്മൾ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു നമ്മൾ സിംഗിൾ ഫേസ്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അത് ഏതെങ്കിലും ഒന്നിന്റെ ഡിസ്ക്രിപ്ഷൻ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ സിലബസ് പ്രകാരം നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ അറിയാനുള്ളത്. പിന്നെ capacitor start induction run motor. This motor consists of 2 windings, namely main winding, മറ്റുപോലെ തന്നെ auxiliary windings ഉണ്ട്. The main winding is highly inductive while the starting winding is resistive. ഈ starting winding തന്നെയാണ് കേട്ടോ നമ്മൾ auxiliary winding. auxiliary വൈൻഡിങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്ന് ഇൻഡക്റ്റീവ് ആണ്, മറ്റൊരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ആണ്. അതും ലോഡിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കപ്പാസിറ്റർ അല്ല, ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റേതിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റണ്ണിൽ നമ്മൾ കപ്പാസിറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ആണ്. ഓക്കെ, പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ: കറന്റ് ഫ്ലോയിങ് ത്രൂ ദ മെയിൻ വൈൻഡിങ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതുകൊണ്ട് തന്നെയാണ് ഹൈലി ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കറന്റ് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നത് 90 ഡിഗ്രി, അതുകൊണ്ട് ഹൈലി ഇൻഡക്റ്റീവ് ആണ്. പിന്നെ നമ്മളെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അഥവാ ഓക്സിലറി വൈൻഡിങ് റെസിസ്റ്റീവ് ആണെന്ന് പറയാൻ കാരണം കറന്റും അതിന്റെ വോൾട്ടേജും ഇൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത്, നമ്മൾ റെസിസ്റ്റീവ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്സ് ഇൻ AC സർക്യൂട്ട്. അതന്നെ ആ വർക്കിംഗ് തന്നെയാണ് ഇവിടെ. മെയിൻ വൈൻഡിങ്ങിൽ അത് ഇൻഡക്റ്റീവ് ആകാൻ കാരണം കറന്റ് വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് റെസിസ്റ്റീവ് ആവാൻ കാരണം അത് കറന്റും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. The flux produced due these current will be 90 degree with respect to each other. ഇത് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് എല്ലാം 90 ഡിഗ്രി ലാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. And the resultant of these flux will be rotating magnetic field. പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ, വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ സർക്യൂട്ടഡ് വെൻ ദ മോട്ടോർ സ്പീഡ് റീച്ചസ് അബൌട്ട് 70 to 80% ഓഫ് ദ സിങ്ക്രണസ് സ്പീഡ്. അതായത് നമ്മൾ ആ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. അത് എപ്പോഴാണ് ഓപ്പൺ ആകുമെന്ന് വെച്ചാൽ ഈ മോട്ടോറിന്റെ സ്പീഡ് ഒരു 70% to 80% ഓഫ് സിങ്ക്രണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് മാറും. ആഫ്റ്റർ ദാറ്റ് ദ മോട്ടോർ റൊട്ടേറ്റ്സ് ഓൺലി ഓൺ ദ മെയിൻ വൈൻഡിങ്. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം ഈ മോട്ടോർ എന്താ മെയിൻ വൈൻഡിങ്ങിൽ മാത്രമാവും റൊട്ടേറ്റ് ചെയ്യുക.
Thus, under the running condition, the auxiliary windings remains out of the circuit. The direction of the rotation of motor can be reversed by reversing the terminals of either main windings or starting winding. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മെയിൻ വൈൻഡിങ്ങിന്റെയും ഓക്സിലറി വൈൻഡിങ്സിന്റെയും എന്താ പറയാ ടെർമിനൽസ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. ഇത് ഏതിലൊക്കെയാണ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നത്? ഇതിന്റെ സ്റ്റാർട്ടിങ് ടോർക്ക് ഭയങ്കര പൂറാണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്, ഫാൻസ് ആൻഡ് ബ്ലോവേഴ്സിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇത്രയാണ്. ാണ് നിങ്ങൾക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അഥവാ മൊത്തത്തിൽ ഇൻഡക്ഷൻ മോട്ടോർ എന്ന ടോപ്പിക്കിന്റെ കീഴിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.